പത്തനംതിട്ട ആവണിപ്പാറയിലെ ആദിവാസി യുവതി ജീപ്പിൽ പ്രസവിച്ച ആ ഒരു സംഭവത്തിൽ പ്രസവശേഷം 108 ആംബുലൻസിൽ ആ യുവതിയെ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ ആ ആംബുലൻസിൽ ഒരു MBBS വിദ്യാർത്ഥിനി കൂടി ഉണ്ടായിരുന്നു. പേരെങ്ങനെയാണ്? ബസീന. ആ സന്ദർഭത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും MBBS പഠിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ. മനസ്സിലെന്താ തോന്നിയത് ആ സമയത്ത്? പേടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, അമ്മയ്ക്ക് ഇത് നേരത്തെ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തീരെ പേടിയില്ലായിരുന്നു. ഞാൻ നല്ല കൂളായിട്ട് തന്നെയായിരുന്നു. അപ്പോൾ എനിക്കും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ട് മനസ്സിലാക്കി. എത്ര സമയം എടുത്തു ആംബുലൻസ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വരാൻ? ഇവിടുന്ന് അതെനിക്കറിയില്ല എത്ര ടൈം എടുത്തുന്നു. എൻ്റെ വീട്ടിൽ നിന്നൊരു 45 മിനിറ്റ്സ് എടുത്തു തോന്നുന്നു ആ ലൊക്കേഷനിൽ എത്താൻ. ആ കുട്ടിയുടെ കയ്യിലായിരുന്നു? കുഞ്ഞിനെ ഞാനാണ് പിടിച്ചിരുന്നത്, ഫ്രണ്ടിൽ പിടിച്ചിരുന്ന് ഞാനാണ് കൊണ്ടുവന്നത്. അപ്പോൾ റോഡ് ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ 2 കൈ കൊണ്ട് ഞാൻ കുഞ്ഞിനെ പിടിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. എന്നാലും ഡ്രൈവർ നന്നായിട്ട് സേഫായിട്ട് തന്നെ എത്തിച്ചു ഇവിടെ. ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാനാണല്ലോ നമ്മൾ ഏവരും ആഗ്രഹിക്കുക. ഇവിടെ വന്നിറങ്ങിയ ആ ഒരു മൂമെൻറ്റിൽ എന്താ മനസ്സിൽ തോന്നിയത്? നിങ്ങളെയൊക്കെ കണ്ടു, ഞാൻ ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ വന്നിറങ്ങിയപ്പോഴേ എനിക്ക് ശരിക്കും പേടിയത്, എല്ലാവരെയും കണ്ടപ്പോൾ. അതുവരെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുട്ടിയെ വേഗം ഒന്ന് എത്തിക്കുക, ICUയിൽ എത്തിക്കുക, അമ്മേനെ അതേപോലെ കെയർ ചെയ്യുക, അത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടിയുടെ അമ്മയുടെ ആരോഗ്യസ്ഥിതി കണ്ടപ്പോൾ എങ്ങനെയാണ് മനസ്സിലായത്? ആംബുലൻസിൽ കയറ്റിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഡെലിവറി ആയിട്ട് കുറച്ച് ടൈം എടുത്തു. കാരണം അവർ അവിടുന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു ലൊക്കേഷനിൽ നിർത്തി ഇതുപോലെ ഡെലിവറി ആയപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഇവരെ പിക്ക് ചെയ്യുന്നത്. കുട്ടിയുടെ അമ്മ നഴ്സ് സജീനയാണല്ലോ? സജീദയാണ് ആംബുലൻസിൽ ഉണ്ടായിരുന്നത്. അമ്മയുടെ അടുത്ത് തന്നെയാണ് കുട്ടി ഇരുന്നിരുന്നത്? ഞാൻ ഇരുന്നത്. ഞാൻ അമ്മ ബാക്കിലിരുന്ന്, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഫ്രണ്ടിലിരുന്നു. MBBS പഠിക്കുന്ന ആ ഒരു വിദ്യാർത്ഥിനി, ആ കുട്ടിയുടെ ഒരു അനുഭവമാണ്. കാരണം തിയറി മാത്രമല്ല, അല്ലേ? തിയറി അല്ല, പ്രാക്ടിക്കലായിട്ടുള്ളൊരു അനുഭവം കൂടിയാണ്. ആദിവാസി യുവതി ജീപ്പിൽ പ്രസവിക്കുകയും അതിനുശേഷം 108 ആംബുലൻസ് ജീപ്പിനടുത്തേക്ക് എത്തിച്ച് ജീപ്പിൽ നിന്നും ആ യുവതിയെയും ഒപ്പം തന്നെ ആ കുഞ്ഞിനെയും ആംബുലൻസിലേക്ക് കയറ്റി പത്തനംതിട്ട ജനറൽ ആശുപത്രി വരെയുള്ള യാത്ര. വളരെയധികം ആശങ്കകൾ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ആംബുലൻസിൽ ഈ MBBS വിദ്യാർത്ഥിനി കൂടി ഉണ്ടായിരുന്നു. ഏതായാലും അമ്മയും കുഞ്ഞും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ സുഖമായി ഇരിക്കുകയാണ്. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.